ബിഗ് ബോസ് സീസൺ 8 നമ്മൾ വന്ന് എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും ഗെയിം എന്താണ്, ടാസ്ക് ലെറ്ററിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഗെയിം എങ്ങനെ കളിക്കാം, എങ്ങനെ വിന്നർ ആവാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ റഫ് ആൻഡ് ടഫ് വിന്നർ അഖിൽ മാരാർ ഇപ്പൊ അഗ്നി പരീക്ഷയുടെ ജഡ്ജായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ചേട്ടാ അഗ്നി പരീക്ഷ? ബിഗ് ബോസിലേക്ക് വെറുതെ പോയി കളിച്ചും ചിരിച്ചും തമാശയൊക്കെ കളിച്ചങ്ങ് കയറിയാലും അവിടെ സർവൈവ് ചെയ്യാം എന്നൊക്കെ കരുതുന്ന കുറെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ അവർക്ക് ആർക്കും അറിയത്തില്ല ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ബുദ്ധി വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, ഇടപെടേണ്ട പോയിന്റുകളിലൊക്കെ ഇടപെടാനുള്ള ഒരു ധൈര്യം വേണം. അപ്പൊ ഇതൊക്കെ ഒത്തുചേരുന്നവർക്ക് മാത്രമേ അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും ഒരു സർവൈവൽ പ്ലാൻ തന്നെ വേണം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വിചാരിക്കും ബിഗ് ബോസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് വെറുതെ പോയി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആർക്കിടയിൽ സർവൈവ് ചെയ്യുന്നു, അപ്പോൾ ആ പോരാടി ജയിക്കേണ്ട സ്ഥലത്ത് പോരാടി ജയിച്ചേ പറ്റും. ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, കോമണേഴ്സിനൊരു ഇത് കൊടുക്കുന്നില്ല, സാധാരണക്കാരനൊരു പ്ലാറ്റ്ഫോം ഇല്ല, ബാക്കി എല്ലാവർക്കും വഴിയുണ്ട്, ആൾക്കാരുണ്ട്, കയറാൻ ഒരുപാട് രീതികളുണ്ട് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾ അവരെ ലൗഡ്. തീർച്ചയായിട്ടും ഇപ്പം ഞാനും ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളോടും ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇത് എങ്ങനെ കയറാൻ പറ്റും. പക്ഷെ നമ്മൾ അവരോടൊക്കെ പറയുന്നത് കാര്യം നിങ്ങൾ ഇതിൻ്റെ ഒരു മിനിമം ക്രൈറ്റീരിയയിൽ എത്തണം. കാരണം ഇതിൻ്റെ ഓഡിഷൻ നടത്തപ്പെടുന്ന സമയത്ത് കുറേ ആൾക്കാരെ അവർക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. ഇന്ന സ്വഭാവമുള്ളവരാണ്, ഇന്ന നിലപാടുകളുള്ളവരാണ്, ഇന്ന രീതിയിലാണ് അവരെ പോർട്രേറ്റ് ചെയ്തേക്കുന്ന സമൂഹത്തിൽ. അപ്പം ഇതിൻ്റെ ഓഡിഷൻ ടീമിന് അറിയാൻ പറ്റും ഇന്ന ആൾക്കാരുടെ സ്വഭാവം ഇതൊക്കെയാണെന്ന്. നിങ്ങളെ അവർക്ക് അറിയാനൊരു മാർഗ്ഗമില്ല. അപ്പം നിങ്ങളെ അതിനകത്തേക്ക് കയറ്റിവിടുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് സർവൈവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ കൊണ്ടുവരുന്നത്. ഈ അഗ്നിപരീക്ഷയിലേക്ക് വന്നാലും വെറുതെ അഗ്നിപരീക്ഷയിൽ അങ്ങ് പാസ്സായി പോകുമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. കാര്യം കയറാൻ പോകുന്ന സ്ഥലം അതികഠിനമാകുമ്പോൾ അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ പോകണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റേ തീയിലൂടെ നടന്ന് നിങ്ങൾ വെയിലത്ത് വാടാത്ത അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് അഗ്നിപരീക്ഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റഫ് ആൻഡ് ടഫ് ജഡ്ജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ? എനിക്ക് ആക്ച്വലി റഫ് ആൻഡ് ടഫ് എന്ന് പറയുന്ന സെയിം ടൈമിൽ തന്നെ ഇപ്പം ഒരു കണ്ടസ്റ്റൻസിനെ കൃത്യമായി വിലയിരുത്തി അവരിൽ നിന്ന് എന്ത് ഔട്ട് പുറത്തു കൊണ്ടുവരാം എന്നത് കൂടിയാണ് ഞാൻ പലപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ അവരോട് ഞാൻ ടഫാവുകയും റഫാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്തും ഇപ്പം ചില ഒരാളിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ ഷോയ്ക്ക് അതും ആവശ്യമാണ്. അപ്പോൾ അതും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതും നോക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഇവരെ വിലയിരുത്തുക. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് സീസൺ 5 ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാനായിരുന്നു അഖിൽ മാരാരുടെ ഓപ്പോസിറ്റ് ഞാനായിരുന്നെങ്കിൽ ഞാൻ അയാളെ കീഴ്പ്പെടുത്തിയേനെ അങ്ങനെയൊക്കെ തോന്നുന്ന മൊമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാ നമുക്ക് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതെ നിങ്ങൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ വാദിച്ച് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് അകത്തേക്ക് കയറാം. അതായത് ഒരു വിന്നർ എന്റെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അപ്പൊ നിങ്ങൾ ഈ ഷോയിലേക്ക് കയറാൻ യോഗ്യനാണ്. അതെ, അവർക്ക് എക്സ്ട്രാ മൈലേജ് ആണ്. അവർ ഷോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബൂസ്റ്റ് ആണ് ഷോ. പിന്നെ ഇപ്പം ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾ ആരും കോമണർ അല്ല, മിടുക്കരാണ് പലരും. അപ്പം നിങ്ങളുടെ ജഡ്ജിങ് പ്ലാറ്റ്ഫോം എങ്ങനെയിരിക്കും? അഖിൽ മാരാർ ദ വിന്നർ ഓഫ് സീസൺ 5 വീണ്ടും ഈ ഒരു ജഡ്ജിങ് സീറ്റിൽ വന്നിരിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൽ ഒരേ സമയം തന്നെ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ സന്തോഷവും അതേസമയം തന്നെ ഒരു അഭിമാനവും തോന്നുന്നു. പിന്നെ അതൊരു വലിയ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അഗ്നിപരീക്ഷയിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിവിടുന്ന ഒരു കോമണർക്ക് ബിഗ് ബോസിൻ്റെ കപ്പടിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തുള്ള നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഏറ്റവും ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ജഡ്ജായി മാറാൻ വേണ്ടി ഞാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ജഡ്ജ് നമ്പർ 2 റഫ് ആൻഡ് ടഫ് അഖിൽ മാരാർ.